ഹായ് ഗൈസ്, എന്തൊക്കെയായി നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? എക്സാം ഇങ്ങെടുത്തെത്താനായി. അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാനടുത്തോടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തയ്യാറെടുപ്പുകളൊക്കെ ഇതുവരെയായി, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അതറിയാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ച ചോദ്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇത്തവണത്തെ CUT എക്കണോമിക്സിൻ്റെ UG എക്സാമിൽ കാര്യമായ മാറ്റങ്ങൾ NTA കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ചാണ് നിങ്ങൾ ഇനിയും പഠിക്കുന്നതെങ്കിൽ 2024 സിലബസ് ആണെങ്കിൽ അത് പാടെ മാറിയിട്ടുണ്ട് മക്കളെ. നിങ്ങൾക്ക് +2 പഠിച്ചിരുന്ന ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള CUTക്ക് വേണ്ടിയിട്ട് പകരം നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള മൈക്രോയിലെ 5 ചാപ്റ്ററും മാക്രോയിലെ 5 ചാപ്റ്ററും ചേർത്തിട്ട് ആകെ 10 ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമ്മളെ SCRT പഠിച്ച +2 മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് ഏത് പ്രകാരം പറഞ്ഞത്? 2025 ഇറക്കിയിട്ടുള്ള മാർച്ച് മാസം പുറത്തിറക്കിയിട്ടുള്ള പുതിയ സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ എത്രത്തോളം ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചോദിച്ചതുള്ളൂ. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്കറിയാം, 3ാമത്തെ ചാപ്റ്റർ അല്ലേ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉണ്ടല്ലേ, ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡ്യൂസർ ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ചേർത്തിട്ടുണ്ട് അല്ലേ. പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ വരുന്നുണ്ട്. യഥാക്രമം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ +2 മൈക്രോയിലെ 3 അതുപോലെ തന്നെ 4 ഈ 2 ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ട് ചേർത്തിട്ടുള്ളതാണ് ഈ ഒരൊറ്റ ചാപ്റ്റർ. അതിൽ നിന്നുള്ള ഒരു ചോദ്യം ഒരു 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൊടുത്തരാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. കാരണം പുതിയ ചാപ്റ്റർ ഉൾപ്പെടുത്തി തന്നെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കി തന്നെ പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു ലെവൽ കൂടിയ ചോദ്യങ്ങൾ ചെയ്ത് മാക്സിമം പ്രിപ്പറേഷൻ ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് തരും, അല്ലെങ്കിൽ അസർഷൻ റീസണിങ് ആയിട്ടുള്ള ടൈപ്പ് തരും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ പറയാം, തെറ്റായിട്ടുള്ള കണ്ടെത്താൻ പറയാം. അപ്പോൾ അതിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ABCD എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ ശരി ഉത്തരം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പിക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് തന്നിട്ടുണ്ടല്ലേ. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ബൈയിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ ദ ഫേം. എന്ന് വെച്ചാൽ എന്താ, ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഈ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഔട്ട്പുട്ട് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. ഇത്രയും കാര്യം നമുക്കറിയുന്നത് അല്ലേ. ഇനി നോക്കുക, ബൈയിങ് ലാൻഡ്, നമ്മളൊരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ഭൂമി വാങ്ങി. ഓക്കെ, അതേപോലെ ബിൽഡിംഗ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബിൽഡിംഗ് നമ്മൾ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അത് വാങ്ങിയെടുത്തെന്ന് വിചാരിക്കുക. അതൊരു വേരിയബിൾ കോസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ആ കാര്യം ശരിയാണോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെറ്റല്ലേ പറഞ്ഞിരിക്കുന്നത്? യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം വേരിയബിൾ കോസ്റ്റിൽ വരേണ്ട എന്താണ്, മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ഒരു ഭൂമി വാങ്ങിയെങ്കിൽ അതിന് ഒരു വട്ടം ക്യാഷ് കൊടുത്താൽ മതി, അത് പിന്നെയും കൊടുക്കണോ? വേണ്ട. അപ്പോൾ ബൈയിങ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ, ഒരു ഫിക്സഡ് കോസ്റ്റാണ് വരുന്നത്. എന്നാൽ അതേപോലെ നിങ്ങളൊന്ന് നോക്കിയേ, ഈ പറഞ്ഞ ബിൽഡിംഗ് ഫോർ ദം, നമ്മളെന്താണ് ഈ പറഞ്ഞ ഫേമിന് വേണ്ടി നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ചിലവുള്ളൂ, പിന്നെ ചിലവ് വന്നുകൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പോൾ അതും എന്താണ്, ഒരു ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് തന്നെ എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി. ഇനി എല്ലാവരും ചെയ്യുന്ന 2ാമത്തെ കാര്യം ഞാൻ പറയാം. അടുത്ത് എന്ത് ചെയ്യും, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു പോകും, പിന്നെ 3ാമത്തെ വായിച്ചു പോകും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത്, ഓക്കെ, ഞാൻ ഈ ബേസിക് പറഞ്ഞ വേറെ ഒന്നുമല്ല, UGC നെറ്റ് എക്സാം എഴുതുന്ന ഒരു പാറ്റേൺ NTA തന്നെയാണ് തയ്യാറാക്കാറില്ലേ. അതിന് നമ്മൾ എഴുതുന്ന സമയത്ത് NTA നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ യഥാർത്ഥ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് പേടിക്കരുത്, കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ നേരെ പോകേണ്ട ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല, നേരെ പോകേണ്ട ഓപ്ഷൻസിലേക്കാണ്. ഓപ്ഷൻസിലേക്ക് നമുക്ക് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ ഈ 4 ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ശരി ഉത്തരം കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, വെറും 25% ആണ് അല്ലേ. അത് യഥാർത്ഥത്തിൽ എങ്ങനെ 100% എത്തിക്കണം എന്ന ലെവലിലേക്ക് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊരു കാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓൺലി 1 is true. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഓൺലി 1 is true നമ്മൾ കണ്ടെത്തിയ കാര്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, ഈ പറയുന്ന ഓപ്ഷനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല.
ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ പറയുക, ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അതേപോലെ 2, 3 കഴിഞ്ഞ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്നാണ് പറഞ്ഞത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണെന്ന് പറഞ്ഞത്. അതൊരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ പറയുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം, ഒരേ സമയം നമുക്ക് ഓപ്ഷൻ എയും ഡിയും വെട്ടിക്കളയാം. ഇപ്പം നിങ്ങളുടെ ചാൻസ് 25% അല്ല ഉള്ളത്, ഇപ്പം നിങ്ങളുടെ ചാൻസ് 50-50 ആണ്. ഈ 50-50 എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരം ആവാനും ഉത്തരം തെറ്റാനുള്ള ചാൻസ് വെറും 50-50 ആണ്. നോക്കിയേ, വെറും 25% നമ്മൾ 50%ലേക്ക് എത്തിച്ചു. അങ്ങനെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഓപ്ഷൻസിലേക്കാണ് പോയത് അല്ലേ. ഇനി 2ാം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓൺലി ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് നോൺ ഇൻക്രീസിങ് കോസ്റ്റ്. എന്താ പറഞ്ഞത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല എന്നതിൻ്റെ അർത്ഥം. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ കൂടുക, നോൺ ഇൻക്രീസ് പറഞ്ഞാൽ കൂടില്ല. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല, ഒരിക്കലും കൂടില്ല. ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരിക്കൽ പോലും ഈ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് കൂടില്ല. ശരിയല്ലേ പറഞ്ഞത്? യെസ്, ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി ഫിക്സഡ് ആണ്, അത് പിന്നെ കൂടുമോ? ഇല്ല, അതൊരിക്കലും കൂടില്ല അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഉറപ്പാണല്ലോ. ഇനിയും നിങ്ങൾ നേരെ പോകേണ്ട 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റില്ല, വീണ്ടും ഓപ്ഷൻസിലേക്ക് പോകാം. അപ്പോൾ നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ അല്ലേ, അത് നമുക്കറിയാം ശരിയാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് 1 and 3 ആർ ഫോൾസ്. ശരിയാവാൻ ചാൻസ് ഉണ്ട് ഉത്തരം. യെസ്, നമുക്ക് അവിടെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് വെക്കാം. തൽക്കാലം ഞാൻ അയാളെ സ്റ്റാർ ഇട്ട് വെക്കുന്നു. ഓക്കെ, ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ ട്രൂ ബട്ട് നോട്ട് ദ 1. ഓക്കെ, 1 അല്ല നമുക്ക് ഉറപ്പാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കോംപ്ലിക്കേഷൻ ആണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഇനി എന്താണ് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. 2 പുതിയ ടേമുകളാണ്, എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് കോസ്റ്റും. ഓക്കെ, ഈ എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പഠിക്കണം അല്ലേ. 2 കോസ്റ്റുകൾ ചേരണം. അതിൽ എന്തൊക്കെയാണ്, ഒന്ന് നമ്മുടെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് പ്ലസ് അതേപോലെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, അതാരാണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, ഈ 2 ആൾക്കാർ ചേരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, എക്കണോമിക് കോസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ അക്കൗണ്ടിങ് കോസ്റ്റിൽ ആരുണ്ടാവില്ല, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ടാവില്ല, ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതാരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലേ. നിങ്ങളിത് ആദ്യമായിട്ട് കേട്ടിട്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നിൽക്കായിരിക്കും. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്ന കാര്യങ്ങളാണ് എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് കോസ്റ്റും. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈസിയായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ, ഞാൻ പറഞ്ഞുതരാം, സംഗതി ഇത്രയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് നടത്തുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സ്ട്രെയിൻ, എൻ്റെ കുറച്ച് ടൈം, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അതിലേക്ക് മാറി നിൽക്കേണ്ടി വരും അല്ലേ. പക്ഷേ എനിക്കതൊരു പേയ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടാവും? ഇല്ല, ഞാൻ തന്നെ ഓണറായിട്ട് ഞാൻ തന്നെ ഒരു ബിസിനസ് നടത്തുമ്പോൾ ഞാൻ എടുക്കുന്ന ടെൻഷന്, ഞാൻ എടുക്കുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ടൂർ പോകും, ഹിമാലയത്ത് പോകും, മണാലി പോകും, ആ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഞാൻ അവിടെ എടുക്കുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, പക്ഷേ അതിൻ്റെ പ്രത്യേകത അതൊരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡിൽ രേഖപ്പെടുത്തില്ല. അപ്പോൾ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഫിനാൻഷ്യൽ റെക്കോർഡിൽ രേഖപ്പെടുത്താത്ത കോസ്റ്റുകൾ നമ്മൾ വിളിക്കുന്നവരാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ എനിക്കുണ്ടാവുന്ന കോസ്റ്റ് അത് ഫിനാൻഷ്യൽ റെക്കോർഡിൽ നമ്മൾ രേഖപ്പെടുത്തുമെങ്കിൽ അതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡിൽ രേഖപ്പെടുത്താത്ത കോസ്റ്റുകളാണ് ഇംപ്ലിസിറ്റും, രേഖപ്പെടുത്തുന്നത് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞത്. രേഖപ്പെടുത്തുന്നത് മാത്രമുള്ള കോസ്റ്റ് നമ്മൾ എന്ത് വിളിക്കുന്നു, അക്കൗണ്ടിങ് കോസ്റ്റ്. അപ്പോൾ ഇവർ 2 പേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എക്കണോമിക് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റും, അത് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 2, 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 1 തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താ വരിക, ഓപ്ഷൻസ് 2 and 3 ആർ ട്രൂ ബട്ട് നോട്ട് ദ 1 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. കണ്ടല്ലോ, ഇങ്ങനെ ലെവൽ കൂടി നമ്മുടെ സമയം ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പലതരം ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ എന്തിനാം നമ്മൾ തയ്യാറാണ് വേണ്ടേ. അപ്പോൾ പ്രിപ്പറേഷൻ എന്തിനാം ആ ലെവലിൽ കൊണ്ടുപോകണം. നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. ഓക്കെ, 2ാമത്തെ ചോദ്യമാണ്, പിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. വീണ്ടും 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ തന്നിട്ടുണ്ട്, വീണ്ടും തന്ന പോലെ തന്നെ. മാർജിനൽ കോസ്റ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, മാർജിനൽ കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് എം സി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി സി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് ഞങ്ങൾക്കാണോ സാറേ അറിയാത്തത് എന്ന ചോദ്യമായിരിക്കും മൈൻഡിൽ അല്ലേ. പക്ഷേ അതല്ല ചോദിച്ചത്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഓൾറെഡി എന്താണ്, ഫിക്സഡ് ആണ്, നോ ചേഞ്ച്. എന്തെങ്കിലും ചേഞ്ച് അതിലുണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. പക്ഷേ നമ്മൾ പഠിച്ചൊരു കാര്യം, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അഡീഷണൽ കോസ്റ്റ്. അഡീഷണൽ എന്ന് പറഞ്ഞാൽ വീണ്ടും പുതിയത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ മാർജിൻ കോസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ മാർജിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. മാർജിൻ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 കോൺസെപ്റ്റ് അല്ലേ. മാർജിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്, എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞാൽ നോ ചേഞ്ച് ആണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ശരിയല്ലേ.
മാർജിനൽ കോസ്റ്റുമായിട്ട് ആർക്ക് യാതൊരു വിധ ബന്ധമല്ല, ഫിക്സഡ് കോസ്റ്റിന് യാതൊരു വിധ ബന്ധമല്ല എന്നാണ് ഈ പറഞ്ഞത്. ഇൻഡിപെൻഡൻ്റ് ആണ്, പരസ്പരം രണ്ടുപേരും സ്വതന്ത്രരാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണല്ലേ. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾ മുൻപ് ഇതുവരെ ആലോചിച്ചിട്ട് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ ഫിക്സഡ് കോസ്റ്റും മാർജിൻ കോസ്റ്റും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കാരണം മാർജിൻ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഫിക്സഡ് കോസ്റ്റ് ഒരു മാറ്റമില്ലാത്തതിന്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് മനസ്സിലായി. നേരെ ഓപ്ഷന് പോകുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് നമുക്കറിയാം. അപ്പോൾ അത് ശരിയാവാനുള്ള ചാൻസർ. അതേഴ്സ് ആർ ഫോൾസ്. ഇത് ശരിയാവാനുള്ള ചാൻസർ നമ്മൾ സ്റ്റാർ ഇട്ട് വെക്കുന്നു. എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നവർ എലിമിനേറ്റ് ചെയ്ത് കളയാം. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ബട്ട് 1 and 3 ആർ ഫോൾസ്. ഓക്കെ, 1 3 തെറ്റാണെന്ന് പറഞ്ഞത്, 1 തെറ്റല്ല നമുക്ക് ഉറപ്പാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഓപ്ഷൻ ശരിയായിട്ട് ഉത്തരവ് വരില്ല. കാരണം എന്താ പറയുക, 1 തെറ്റാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ലോക മണ്ടത്തരാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കത് വെട്ടിക്കളയാം. ഇനി നോക്കിയേ, സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ ട്രൂ ബട്ട് നോട്ട് ദ 1 എന്ന് വെച്ചാൽ എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ് 2 ഉം 3 എന്താണ് വളരെ ശരിയാണ്. പക്ഷേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാന മണ്ടത്തരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന മണ്ടത്തരം എന്ന് പറഞ്ഞത് അത് മണ്ടത്തരല്ലടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്താണ്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അവിടെ ശരിയാണ് നമുക്കിവിടെ മനസ്സിലാക്കി കിട്ടിയതാണ്. 2 3 നമ്മൾ വായിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇവിടെ കൊടുത്തതാണ് 2 3 ശരിയാണ്, 1 തെറ്റാണെന്ന് പറഞ്ഞത്. അതും മണ്ടത്തരാണ്, നമുക്കതും വെട്ടിക്കളയാം. ഇനി ലാസ്റ്റ് നോക്കി, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞത്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണെന്ന് പറഞ്ഞു. അത് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ചിലപ്പം വേണമെങ്കിൽ പറയാം. കാരണം 1 ശരിയായിട്ടുണ്ട്, 2 3 നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ല അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഒന്നുകിൽ എ അല്ലെങ്കിൽ ഡി, ഇതായിരിക്കും നമ്മുടെ ഓപ്ഷൻ ശരി ഉത്തരം വരിക. അപ്പോൾ ശരി ഉത്തരം ഏതായിരിക്കും? ഒന്നുകിൽ എ അല്ലെങ്കിൽ ഏതായിരിക്കും വരിക? ഡി ആയിരിക്കും വരിക. നമുക്ക് നോക്കാം ഇനി ഏതാ വരിക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ 50-50 ആണ് നമ്മുടെ ചാൻസ് ശരി ഉത്തരവാനുള്ളത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദ റീസൺ ആഗ്രിഗേറ്റ് കോസ്റ്റ് ഇൻ മോർ ദാൻ ദ പാസ്റ്റ് വൺ ദ MC വിൽ ബി നോൺ ഡിക്രീസിങ്. എന്ന് വെച്ചാൽ എന്താണ് റീസെൻ്റ് ആഗ്രിഗേറ്റ് കോസ്റ്റ് പറയുന്നത്? ആഗ്രിഗേറ്റ് കോസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം TC ആണല്ലേ. റീസെൻ്റ് അറിയുമ്പോൾ ഏറ്റവും പുതിയത്, അപ്പോൾ ഞാൻ പുതിയതായതുകൊണ്ട് TC2 എന്ന് ചേർക്കുന്നു. ഓക്കെ, മോർ ദാൻ ദ പാസ്റ്റ് വൺ, പാസ്റ്റ് ആഗ്രിഗേറ്റ് കോസ്റ്റ് ഏതാണ്? അതൊരു TC1 ആയിരിക്കും അല്ലേ, TC1 ആയിരിക്കും. അപ്പോൾ TC2 എന്ന് പറയുന്നത് TC1 വലുതാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? നമ്മുടെ MC എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അതിൻ്റെ റിലേഷൻസൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ഈ കാര്യം കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളൂ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിരിക്കുന്നത്? വളരെ വൃത്തിയുള്ള ശരിയായിട്ടുള്ളൊരു കാര്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം MC ആ സമയത്ത് എന്തായിരിക്കും? നോൺ ഡിക്രീസിങ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 3 വായിക്കാൻ നിൽക്കരുതേ മക്കളെ, നേരെ അടുത്തേ പോകണം. ഓപ്ഷൻസ് നോക്കാം. എന്താ പറഞ്ഞത്? ഓൺലി 1 ഈസ് ട്രൂ അതേഴ്സ് ആർ ഫോൾസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതും വെട്ടിക്കളയാം. കാരണം എന്താണ്? 2 ഇവിടെ ശരിയാണെന്ന് നമുക്കിവിടെ അറിയാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെട്ടിക്കളയാം. നമ്മുടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് മക്കളെ നമ്മുടെ ശരി ഉത്തരം വരിക. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ലെവൽ ചോദ്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. 2 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പം നമുക്ക് ഉത്തരം കിട്ടി. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് 3 വായിച്ചപ്പോഴേ കിട്ടിയത്, പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2 വായിച്ചപ്പോൾ കിട്ടി. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആൻസർ ചെയ്തു കേട്ടോ. പിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, സെർച്ച് റീസണിങ് ക്വസ്റ്റ്യൻസ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3 കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് ചേർത്തത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. കോസ്റ്റ് ദാറ്റ് ഇംപ്ലൈഡ് ബട്ട് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓഫ് ദ ഫേം ഈസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സാക്ട്ലി നമ്മളിപ്പോൾ പഠിച്ചാണല്ലേ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ ചിലവ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മൾ രേഖപ്പെടുത്താത്തതിനെ വിളിക്കുന്നവരാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയും അല്ലേ. എനിക്കിപ്പോൾ ഉണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിന് വന്ന ചിലവുകളൊക്കെ എന്താണ് ഇതിൽ രേഖപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോകുന്നതിന് മുൻപ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, വെട്ടിക്കളയാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഓൺലി 3 ഈസ് ഫോൾസ് അതേഴ്സ് ആർ ട്രൂ. ഓക്കെ, ശരിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം 1 2 ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഡൗട്ടായിട്ടോട് സ്റ്റാർ ഇട്ട് വെക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ബട്ട് 1 and 3 ആർ ഫോൾസ്. പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നമുക്ക് ബി വെട്ടിക്കളയാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ ട്രൂ ബട്ട് നോട്ട് ദ 1. ഓക്കെ, 1 ശരിയല്ല എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, 1 ശരിയാണ് നമുക്കിവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നമുക്ക് സിയും വെട്ടിക്കളയാം. ഇനി ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ട്രൂ എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ശരിയായിരിക്കും എയോ അല്ലെങ്കിൽ ആരായിരിക്കും? ഡിയോ ആയിരിക്കും അല്ലേ. നമുക്കിനി നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. എക്കണോമിക് കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലേ. വളരെ സിമ്പിളായി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എക്കണോമിക് കോസ്റ്റിൽ എന്തൊക്കെ വരും? ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉണ്ടാവും, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓൺലി 3 ഈസ് ഫോൾസ് അതേഴ്സ് ആർ ട്രൂ. അപ്പോൾ ഈ ഓപ്ഷനും വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഓപ്ഷൻ ഡി വരാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയേ പറ്റുള്ളൂ. നോക്കാം നമുക്കവിടെ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി എക്കണോമിക് കോസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. എന്താ പറഞ്ഞത്? അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് കോസ്റ്റിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞത്. അതിന് ആദ്യം ഇത് രണ്ടും എന്താണെന്ന് പറയണം അല്ലേ. നമ്മൾ പഠിച്ചു അക്കൗണ്ടിങ് കോസ്റ്റ്
ഓക്കെ, അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ വരും? എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 2 പേര് വരും, ഇംപ്ലിസിറ്റും വരും പ്ലസ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ എക്സ്പ്ലിസിറ്റും വരും. അപ്പോൾ 2 പേര് ചേരുന്നിടത്താണ് അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടാകുമ്പോഴല്ലേ അവിടെ പവർ കൂടുതലുണ്ടാവുക. ഇവിടെ പവർ കൂടുതലായിരിക്കാം എക്കണോമിക് കോസ്റ്റിനാ, എന്നാൽ അക്കൗണ്ടിങ് കോസ്റ്റിനാണോ? അല്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ പറഞ്ഞത്, അക്കൗണ്ടിങ് കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്കണോമിക് കോസ്റ്റ്. ആന മണ്ടത്തരല്ലേ പറഞ്ഞത്? യെസ്, വളരെ വളരെ വലിയൊരു മണ്ടത്തരാണ് പറഞ്ഞത്. അപ്പോൾ അത് വെട്ടിക്കളയാം. അപ്പോൾ 3 എന്താണ്? തെറ്റാണെന്ന് മനസ്സിലായി. നമ്മളെല്ലാവരും വിചാരിച്ചത് എന്തായിരുന്നു? ഈ പറഞ്ഞ ഓപ്ഷൻ ഡി ശരിയാവുന്നതാണ്. പക്ഷേ അതും തെറ്റാണ് മക്കളെ. ഏതാ ഉത്തരം വരിക? നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൺലി 3 ഈസ് ഫോൾസ്, അതേഴ്സ് ആർ ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. കണ്ടല്ലോ, 3 ടൈപ്പ് പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ്റെ ലെവൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന CUT UGയുടെ യാത്രയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എജുപോർട്ടിൻ്റെ കൂടെ വരാം. അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം മക്കളെ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി വൃത്തിയായിട്ട് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ മക്കളെ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ തൊട്ടതായ കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ വീണ്ടും പുതിയ പുതിയ ചോദ്യങ്ങളും പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിനും വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ്. ബൈ.